തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് 1.5 വയസ്സുള്ള ഒരു പിഞ്ചു കുഞ്ഞ് അനുഭവിച്ച ക്രൂരത, ആ കുഞ്ഞ് അനുഭവിച്ച വേദന, ആ കുഞ്ഞ് ഈ ലോകത്തോട് വിട്ടുപോയിരിക്കുന്നു, ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു. എത്ര ക്രൂരമായിട്ട് ഒരു അമ്മയ്ക്ക് ഒരു പിഞ്ചു കുഞ്ഞിനോട് പെരുമാറാൻ സാധിക്കും എന്നുള്ള ചോദ്യം കഴിഞ്ഞ 2 ദിവസങ്ങളായി നമ്മൾ ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നു. എത്ര വേദന തിന്നു കാണും 1.5 വയസ്സുള്ള ആ പിഞ്ചു കുഞ്ഞ്. ആ കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തു? ശരീരത്തിൽ 91 മുറിവുകൾ, 1.5 വയസ്സേ ഉള്ളൂ. എത്ര നീളവും വണ്ണവുമുണ്ട് ആ കുഞ്ഞിന്. എല്ലാവരും അതിൻ്റെ ചിത്രം കണ്ടതാണ്. കൈകൾ ഒടിഞ്ഞ ആ നിലയ്ക്കുള്ള ചിത്രം. 91 മുറിവുകൾ. അപ്പോൾ ശരീരത്തിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ ക്രൂരമായി ആ രണ്ടാനച്ഛനും ആ അമ്മയും ചേർന്ന് ആ പിഞ്ചു കുഞ്ഞിനെ മുറിവേൽപ്പിച്ചു കാണും. എത്ര ഹൃദയഭേദകമായ വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരമ്മയ്ക്ക് ഒരു പിഞ്ചു കുഞ്ഞിനോട് ഇത്തരത്തിൽ പെരുമാറാൻ സാധിക്കുമോ? ഒരു വ്യക്തി, രണ്ടാനച്ഛനാകട്ടെ ആരുമാകട്ടെ, ഒരു വ്യക്തിക്ക് ഒരു കൊച്ചു കുഞ്ഞിനോട് ഇത്രയും ക്രൂരത ഇങ്ങനെ കാണിക്കാൻ സാധിക്കും തുടങ്ങിയ ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇവരെ തെളിവെടുപ്പിനായി കൊണ്ടുവന്നപ്പോൾ ജനം അക്രമാസക്തരായി. പോലീസ് വളരെ പണിപ്പെട്ടാണ് ജനങ്ങളെ നിയന്ത്രിച്ചത്. ആരായാലും പ്രതികരിച്ചു പോകും, ആരായാലും നിയമം കയ്യിലെടുത്തു പോകും. ആ ദുരവസ്ഥയാണ് ആ കുഞ്ഞ് അനുഭവിച്ചത്. ഒന്ന് കരയാൻ പോലുമാകാതെ, ഒന്ന് മിണ്ടാൻ പോലുമാകാതെ വേദന സഹിച്ച് 1.5 വർഷം ആ കുഞ്ഞ് ജീവിച്ചു. എന്തിനാണ് ആ കുഞ്ഞിനോട് ഈ മാതാവും ആ രണ്ടാനച്ഛൻ എന്ന് പറയുന്ന ആ ക്രിമിനലും ഇത്തരം കാര്യങ്ങൾ ചെയ്തത്, ഇത്രയും ക്രൂരത ചെയ്തത് എന്നുള്ള ചോദ്യം കേരളത്തിലെ പൊതുസമൂഹം ഉറക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തിൻ്റെ സാമൂഹ്യ മനസ്ഥിതി എവിടെ പോയി? ആരുമല്ലെങ്കിലും ഒരു പിഞ്ചു കുഞ്ഞിനോട് ഇത്രയും ക്രൂരത കാണിക്കാൻ മനുഷ്യർക്ക് സാധിക്കുമോ? മൃഗങ്ങൾക്ക് പോലും സാധിക്കില്ല. ആ അവസ്ഥയിലൂടെയാണ്, അത്രയും ഭീകരമായ അവസ്ഥയിലൂടെയാണ് ആ കുഞ്ഞ് കടന്നുപോയത്. ഇത് കേരളത്തിലാണോ നടക്കുന്നത് എന്ന് നമ്മൾ നെറ്റിച്ചൊളിച്ച് ചോദിച്ചു പോകുന്നു. ഹൃദയം പൊട്ടി നിലവിളിച്ചു പോകുന്നു. ആദ്യത്തെ ഇൻക്വസ്റ്റിൽ 51 മുറിവുകളാണ് രേഖപ്പെടുത്തിയിരുന്നത്. അതേസമയം കുട്ടിയുടെ കൈ ഒടിഞ്ഞതിൽ അവ്യക്തത തുടരുകയാണ്. ചവിട്ടുപടിയിൽ നിന്ന് വീണ് കുട്ടിയുടെ കൈ ഒടിഞ്ഞെന്നാണ് കേസിൽ അറസ്റ്റിലായ അമ്മ അഖിലയും രണ്ടാനച്ഛൻ അഷ്കറും മൊഴി നൽകിയത്. എന്നാൽ ഇത് പോലീസ് വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. ഇവരുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്നും അതിനാൽ വിശദമായ അന്വേഷണം നടത്തും എന്നുമാണ് പോലീസ് പറയുന്നത്. കുട്ടിയെ നിരന്തരം മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് താനാണ് എന്ന് രണ്ടാനച്ഛൻ എന്ന പേരുള്ള ആ അഷ്കർ എന്ന് പറയുന്ന ആ ദുഷ്ടൻ സമ്മതിച്ചിട്ടുണ്ട്. അഖിലയ്ക്കും തനിക്കും ഒരുമിച്ച് താമസിക്കാൻ കുട്ടി തടസ്സമാകും എന്ന് കരുതിയാണ് മർദ്ദിച്ചത്. കുട്ടി ഇടയ്ക്കിടെ കരയുന്നതും പ്രകോപനമുണ്ടാക്കി എന്നും ഇയാൾ മൊഴി നൽകുന്നു. കൊലപാതകം, കുട്ടികൾക്കെതിരായ അതിക്രമം തുടങ്ങിയ വകുപ്പുകൾക്ക് പുറമെ SC/ST അതിക്രമ നിരോധന വകുപ്പ് കൂടി ചേർക്കാനാണ് പോലീസിൻ്റെ തീരുമാനം. ഇതിനായി കുട്ടിയുടെ അമ്മയായ അഖിലയുടെയും പിതാവ് അഖിലിൻ്റെയും ജാതി സർട്ടിഫിക്കറ്റുകൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. കേസിൽ അറസ്റ്റിലായ അഖിലയ്ക്കെതിരെ നിലവിൽ കൊലപാതക പ്രേരണ കുറ്റമാണ് ചുമത്തിയത്. അഷ്കർ കുട്ടിയെ മർദ്ദിക്കുന്നതെല്ലാം അഖില അറിഞ്ഞിരുന്നു. പക്ഷേ മാതാവായ ആ സ്ത്രീ ഒന്ന് തടയാനോ അല്ലെങ്കിൽ വേണ്ട എന്ന് പറയാനോ ശ്രമിച്ചിരുന്നില്ല. ഈ അഷ്കറിൻ്റെ മർദ്ദനത്തിന് ഈ അഖില എന്ന ഈ മാതാവ് പ്രോത്സാഹനം നൽകുകയായിരുന്നു. ഇതൊക്കെയാണോ ഒരമ്മ ചെയ്യേണ്ടത് എന്ന് നമ്മൾ വീണ്ടും ചോദിച്ചു പോകുന്നു. 91 മുറിവുകളാണ് ഈ കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 7 വാരിയലുകൾക്കാണ് പൊട്ടലുണ്ടായത്. തലയിലെ നീർക്കെട്ടും രക്തസ്രാവവുമാണ് മരണകാരണം എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. തല പലപ്പോഴും ഭിത്തിയിൽ ഇടിക്കുമായിരുന്നു, കുഞ്ഞിനെ വലിച്ചെറിയുമായിരുന്നു, കുഞ്ഞിനെ തലയിൽ പിടിച്ച് കുലുക്കുമായിരുന്നു, കുഞ്ഞിൻ്റെ കയ്യിലും കാലിലും ഒക്കെ തന്നെ പൊള്ളലേൽപ്പിക്കുമായിരുന്നു. ഇതൊക്കെ ഈ അഷ്കർ എന്ന് പറയുന്ന ഈ വ്യക്തി ചെയ്തിട്ടും അതൊന്നും തടയാൻ ഒരു മാതാവായ അഖില എന്ന ആ സ്ത്രീ ശ്രമിച്ചില്ല. മാത്രമല്ല പ്രോത്സാഹനം നൽകുകയും ചെയ്തു. ഇത്രയും ക്രൂരമായി ഒരു പിഞ്ചു കുഞ്ഞിനോട് പെരുമാറാൻ ഇവർക്ക് എങ്ങനെ സാധിക്കുന്നു എന്ന് കേരളത്തിലെ പൊതുസമൂഹം ഗദ്ഗതത്തോടെ വിതുമ്പലോടെ ചോദിച്ചു പോവുകയാണ്. സമൂഹമാധ്യമങ്ങളിലൊക്കെ ഇവർക്കെതിരെ വളരെ ശക്തമായ അഭിപ്രായങ്ങളാണ് ഇവർക്കെതിരെ ഉണ്ടാകുന്നത്. നമ്മുടെ സമൂഹം എങ്ങോട്ട് പോകുന്നു എന്ന ചോദ്യം സാമൂഹ്യ പ്രവർത്തകരും അതുപോലെ തന്നെ മനഃശാസ്ത്ര വിദഗ്ധരും ഒക്കെ തന്നെ ഉന്നയിക്കുന്നുണ്ട്. സ്വന്തം സുഖത്തിനു വേണ്ടി ഈ അഖില എന്ന് പറയുന്ന ഈ സ്ത്രീക്കൊപ്പം ജീവിക്കുന്നതിനു വേണ്ടി രണ്ടാനച്ഛൻ എന്നു പേരുള്ള ഈ അഷ്കർ ആ പിഞ്ചു കുഞ്ഞിനെ ക്രൂരമായി മർദ്ദിച്ച് കൊന്നിരിക്കുന്നു എന്നുള്ള ആ സത്യം കേരള ജനത അവിശ്വസനീയതയോടെയാണ് നോക്കിക്കാണുന്നത്, അറിയുന്നത്. 91 മുറിവുകൾ. ആകെ
ഒരടിയോ 1.5 അടിയോ നീളമോ പൊക്കമോ ഉള്ള ഒരു കുഞ്ഞിൻ്റെ ശരീരത്ത് 91 മുറിവുകൾ വരണമെങ്കിൽ എത്ര ക്രൂരമായി ആ കുഞ്ഞിനെ ആക്രമിച്ചു കാണും ഈ അഷ്കർ എന്ന് പറയുന്ന ഈ കാബാലികൻ. മാതൃകാപരമായ ശിക്ഷ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ഇവർക്ക് വാങ്ങിക്കൊടുക്കണം. ഇവർക്ക് അനുകൂലമായി പറയാൻ, ഇവർക്ക് അനുകൂലമായി മൊഴി നൽകാനുമൊക്കെ ആളുകൾ എത്തിയേക്കാം. പക്ഷേ ബഹുമാനപ്പെട്ട കോടതികൾ ഈ വിഷയം മുന്നിൽ കണ്ടുകൊണ്ട്, ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഈ കുഞ്ഞിൻ്റെ ദുരവസ്ഥയും മുന്നിൽ കണ്ടുകൊണ്ട് ശക്തമായ നടപടി എടുക്കണം എന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹം, കേരള ജനത ഒന്നടങ്കം ആവശ്യപ്പെടുകയാണ്.